മഹേഷേട്ടാ, ഞാൻ അന്നേ ഈ സംശയം പറഞ്ഞപ്പോ മഹേഷേട്ടൻ എന്നോട് എന്താ പറഞ്ഞേ? പോയി പണി നോക്കാൻ. എന്നിട്ടിപ്പോ എന്തായി? സ്വാതി, എന്റെ മക്കളെക്കാൾ വിശ്വാസമായിരുന്നു എനിക്ക് നിന്നെ. നീ പറയുന്നൊരു വാക്ക് പോലും ഞാൻ അവിശ്വസിച്ചിട്ടില്ല. ദൈവത്തിന് തുല്യമായിട്ടാ ഏടത്തി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചതിക്കാൻ ഏടത്തിക്ക് എങ്ങനെ മനസ്സ് വന്നു? അച്ഛാ, ഗിരി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഗിരിയേട്ടാ, എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു അത്. ഞാൻ നിർബന്ധിച്ചിട്ടാ ഏട്ടത്തി കള്ളത്തിന് കൂട്ടുനിന്നത്. ഈനാമ്പച്ചിക്കേ മരപ്പെട്ടി കൂട്ട്. എന്തിനാ ഈ കള്ളത്തരം കാണിച്ചെന്ന് ചോദിക്കും മഹേഷേട്ടാ അവളോട്. സ്വാതി, പറയൂ, എന്തിനാ നീ ഞങ്ങളോട് ഈ ക്രൂരത കാണിച്ചത്? എല്ലാവരുടെ മുമ്പിൽ വിഡ്ഢികളാക്കിയതും അപമാനിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? വലിച്ച, ഞാൻ പറയാം. സ്വാതിയേട്ടത്തിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന ഗൗരിയച്ചയും അമ്മായിയും വേദയും എല്ലാരും അധിക്ഷേപിച്ചപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിലാ ഏട്ടത്തി അന്ന് അമ്പലത്തിൽ പോയി വന്ന ദിവസം ഒന്ന് ഛർദ്ദിച്ചത്. അതിന് ഗർഭമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്മായിയും ഗൗരിയച്ചയും ഒന്ന് വട്ട് കളിപ്പിക്കാന്നേ ഞാൻ കരുതിയുള്ളൂ. ഇങ്ങനെയാണോ വട്ട് കളിപ്പിക്കുന്നത്? ഞങ്ങളുടെ ചങ്കരട്ട നീ കുത്തിയത്. ഏടത്തി, ഏടത്തി ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. ഇനി പഴയ ഏടത്തിയെ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എത്രയും വേഗം ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. നിന്ന് കരയണ്ട, ഇറങ്ങിക്കോ വേഗം. പോകുമ്പോ ഒറ്റയ്ക്ക് പോകണ്ട. ഇവിടെയും കൂടി കൊണ്ടുപോയിക്കോ. ഇത്രയും കള്ളത്തരം പറയുന്ന ഈ പേരും കള്ളിയെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ആവശ്യമില്ല. മിണ്ടരുത്, പൊക്കോണെ എങ്ങോട്ടെങ്കിലും. ഞങ്ങളോട് ക്ഷമിക്കുമായിരുന്നു. നേരത്തെ നീ ഇത് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി പേര് കണ്ടുപിടിക്കാൻ ശ്രമിച്ച ഞാൻ വരെ വിഡ്ഢിയായി. പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി ചോറ് കൊടുക്കുന്ന ക്ഷേത്രം വരെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. നിന്റെ വയറ്റിലെ കുഞ്ഞിനെ അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ചു പോയി. എനിക്ക് നിന്നെ ഇനി കാണണ്ട സ്വാതി. എന്റെ മനസ്സിൽ നീ മരിച്ചു. നീലേ, രണ്ടുപേരെ പിടിച്ച് പടിക്ക് പുറത്തിറക്കി വേഗം വാതിലടക്കടാ. ചെല്ലും. ഏട്ടാ, എന്നെ ഉപേക്ഷിക്കല്ലേ ഏട്ടാ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇതാണോ അബദ്ധം? നിന്റെ വാക്കിന് എന്റെ ജീവനോളം വില കൽപ്പിച്ചവനാ ഞാൻ. ആ എന്റെ സ്വപ്നങ്ങളാ നീ തകർത്ത് കളഞ്ഞത്. എന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നീ ചവിട്ടി അരച്ചു. ഇനി നിന്നെ ഈ വീട്ടിൽ വേണ്ട. ഇറങ്ങാൻ. ഏട്ടാ, ഇത്തവണത്തേക്ക് ഞങ്ങൾക്ക് മാപ്പ് തരണം ഏട്ടാ. ഏട്ടത്തെ തെറ്റുകാരിയല്ല, ഞാന് എല്ലാത്തിനും കാരണം. നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കാണണ്ട. ഇറങ്ങി പോടി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഇനി നിന്നോട് ക്ഷമിക്കണമെങ്കിൽ ഈ നീല് മരിക്കണം. നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്നെ ഇറക്കി വിടല്ലേ പ്ലീസ് ഏട്ടാ. എടാ നീലെ, പിടിച്ചിറക്കി വിടടാ അവളെ. ഏട്ടാ പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക് ഏട്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ, പ്ലീസ് നിന്നോട് വരാൻ പറഞ്ഞു. കടന്ന് പോ പുറത്ത്. മേലില്ല ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്നേക്കരുത് രണ്ടുപേരും. സ്വാതി, നിനക്ക് ഞാൻ എന്റെ ജീവനും ജീവിതവും തന്നു. നീ അതൊക്കെ നിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ച് തരിപ്പണമാക്കി. അതുകൊണ്ട് ഇപ്പൊ ഞാനതങ്ങ് തിരിച്ചെടുക്കുക. ഇനി ഈ നീലിന്റെ ജീവിതത്തിൽ സ്വാതിയില്ല. സ്വാതി ഇനി ഒറ്റയ്ക്ക, എന്നും ഒറ്റയ്ക്ക്. ഗൗരി, അകത്തേക്ക് കയറുമ്പോ വാതിലടച്ചേക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെയൊക്കെ ഇവിടുത്തെ സർവ്വാധികാരവും തീർന്നു. ഇപ്പോഴേ
നീയൊക്കെ വെറും തെരുവ് തെണ്ടിയാ, തെരുവ് തെണ്ടി. ആ അപ്പൊ എങ്ങനെ പോവല്ലേ? ഓ, ഏട്ടൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ. നിന്നെ ഇറക്കി വിട്ട് വാതിലടയ്ക്കാൻ. ഇനിയേ ഈ വീട്ടിൽ നീ ആരുമല്ല. നിന്റെ നന്ദിനിയുടെ സ്ഥാനം ദേ ആ ഗേറ്റിന് പുറത്താ. ഇനി ഈ ഗൗരിയാ ഇവിടത്തെ സർവാധികാരി. ഇറങ്ങി പോടി. വാമേ. ഈശ്വര, സത്യം അറിഞ്ഞ ഏട്ടൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കോ? എനിക്കിത് ഏട്ടനോട് പറയാനുള്ള ധൈര്യമില്ല. എങ്ങനെ പറയും ഞാൻ? സത്യം അറിഞ്ഞ ഏട്ടൻ തകർന്നു പോവും. ഒരുപക്ഷെ ദേഷ്യം വന്ന് എന്നെ ഉപേക്ഷിക്കും. ഈ പാതിരയ്ക്ക് വാതിൽ തുറന്നിട്ടിട്ട് സ്വാതി എവിടെ പോയി? സ്വാതി, താനെന്തിനാ ഇവിടെ ഇരുട്ടത്ത് വന്ന് നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? എടോ, തനിക്കെന്താ ഒരു ടെൻഷൻ? കിടന്നിട്ട് ഓർക്കം വന്നില്ല ഏട്ടാ. ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാ. താനിന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ കിടന്നത്? കിടന്നത് പ്രാർത്ഥിച്ചിട്ട് തന്നെയാ. പക്ഷേ എന്തോ മനസ്സ് സ്വസ്ഥമാവുന്നില്ല. അതെ, ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൂടുതൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. നല്ല ചിന്തകൾ മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്നത്. ദേ, താൻ വന്ന് കിടക്കാൻ നോക്ക് സ്വാതി. പാവം, എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാ. എടോ, താൻ എന്ത് സ്വപ്നമാണ് കണ്ടത്? ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ മാത്രം എന്തായിരുന്നു ആ സ്വപ്നം? സ്വാതി, എന്നോട് പറയടോ. ഒരുവിധം നിസാരമായ കാര്യങ്ങളൊന്നും തന്നെ ഇങ്ങനെ ബാധിക്കില്ല. താൻ ഇത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആവണമെങ്കിൽ കണ്ട സ്വപ്നം അത് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തതായിരിക്കണം.
എന്താടോ താനെന്താ വല്ല പ്രേതങ്ങളെയും സ്വപ്നത്തിൽ കണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ താൻ ഇത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? നമ്മൾ തമ്മില് വേർപിരിഞ്ഞെന്ന്. അറിയാതെ പറ്റിയൊരു തെറ്റിന് ഏട്ടൻ എന്നെ ഈ വീടിന്റെ പടിയിറക്കി വിട്ടു. അതായിരുന്നു ആ സ്വപ്നം. പടിയിറക്കി വിടുകയോ? തന്നെയോ? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സ്വാതി, തന്നെ എനിക്ക് അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞല്ലേ തന്റെ വയറ്റിൽ വളരുന്നത്. താൻ ആ കുഞ്ഞിന്റെ അമ്മയല്ലേ? എന്താണോ താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഏതോ ഒരു പൊട്ട സ്വപ്നം കണ്ടു എന്ന് കരുതി ഇങ്ങനെ ടെൻഷൻ ആവണോ? വാ, താൻ വന്ന് കിടക്കാൻ നോക്കിയേ. ഏട്ടൻ ഉറങ്ങിക്കോ, ഞാൻ പിന്നെ വന്നോളാം. ഈശ്വര, ഏട്ടനോടെല്ലാം പറഞ്ഞു കാണൂ. സത്യം അറിയുമ്പോ ഏട്ടനെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ദൈവമേ, ഞാൻ പറഞ്ഞിട്ട് ഏട്ടത്തെ കള്ളത്തരം പറഞ്ഞെന്ന് ഗിരിയേട്ടൻ അറിഞ്ഞ ആ നിമിഷം എന്നെ ഇവിടെ നിറക്കി വിടും. അവളുമാരെ വട്ട് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളത്തരം ഇപ്പൊ തിരിഞ്ഞു കൊത്തുവാണല്ലോ ഭഗവാനെ. ഇനിയിപ്പോ ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? താൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ വെറുതെ ഉറക്കം വരാതെ. തനിക്കെന്താടോ ഒരു ടെൻഷൻ പോലെ? എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. ഗിരീട്ടിന് വെറുതെ തോന്നുന്നത്. പിന്നെ താനെന്തിനാ ഇങ്ങനെ ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ ആ കണ്ണിലൊരു മയക്കം വന്നപ്പോഴാ എന്തോ ഒരു സ്വപ്നം കണ്ടത്. എന്തോ സ്വപ്നം? ഏട്ടൻ എന്നെ ഉപേക്ഷിച്ചെന്ന്. അത് കൊള്ളാം. അതൊരു ദുസ്വപ്നമാണോ? നല്ല സ്വപ്നമല്ലേ? കളി പറയില്ലേ ഗിരിയേട്ടാ? എടോ, താൻ ഇങ്ങനെ ഓരോ മണ്ടത്തരം സ്വപ്നം കണ്ട് ഉറക്കം കളയാതെ വന്ന് കിടക്കാൻ നോക്ക്. എടോ, വന്ന് കിടക്കടോ. എടോ, ആവശ്യമില്ലാത്ത ദുസ്വപ്നം ഒന്നും കാണണ്ട. താൻ എന്ത് വന്നാലും തന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഇതുപോലൊരു ഐറ്റമേ ഇനി ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. റേറ് പീസാ. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ. ഈശ്വര, ഏട്ടത്തിക്കൊന്നും സംഭവിക്കല്ലേ?
ഏട്ടത്തി ഇവിടെ വന്ന് നിൽക്കാണോ? ഞാൻ അടുക്കളയിലും പിന്നാമ്പുറത്തും ഒക്കെ നോക്കി. എന്താ ഏട്ടത്തി, ഇന്നലെ ഏട്ടനോടൊക്കെ പറഞ്ഞോ? എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല നന്ദിനി, എനിക്കത് ഏട്ടനോട് പറയാൻ കഴിഞ്ഞില്ല. അതിനുള്ള ധൈര്യം കിട്ടിയില്ല. അത് കൊള്ളാം. എല്ലാം തുറന്നു പറയാൻ പോകുന്നെന്ന് പറഞ്ഞല്ലേ ഇന്നലെ രാത്രി ഏട്ടത്തി മുറിയിലേക്ക് പോയത്? പിന്നെ എന്ത് പറ്റി? പറയണമെന്ന് കരുതി തന്നെയാ ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് ചെന്നത്. പക്ഷേ എടോ, എന്താടോ തനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? അത് പിന്നെ ദേ ഇവിടെ ഇരുന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇരിക്കടോ എടോ, ഇരിക്കടോ. ദേ തനിക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ പറയാം. അതിനു മുമ്പ് താൻ എന്താ എന്നോട് പറയാൻ വന്നേന്ന് പറ. അത് പിന്നെ എനിക്ക് പറയാനുള്ളത്, അതെങ്ങനെ ഏട്ടന് മനസ്സിലായി ഞാൻ എന്തോ പറയാനാ വന്നതെന്ന്? സ്വാതി, എടി പൊന്നു മോളെ, നീ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നവളാ. നിന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. സാധാരണ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖവുരൊന്നും ഇല്ലാതെ പറയുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ആ വാതിൽക്കൽ വന്നു നിന്ന് താനൊന്ന് ആലോചിച്ചു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ എന്നോട് പറയാനുള്ള കാര്യം നിസ്സാരമല്ല, കുറച്ച് ഗൗരവമുള്ളതാ. പറയടോ, എന്താടോ കാര്യം? ഏട്ടാ, അത് പിന്നെ എന്റെ ഭാര്യയ്ക്ക് എന്നോട് പറയാൻ ഇത്ര ഗൗരവമായിട്ടുള്ള കാര്യം എന്താ? അത് ഏട്ടൻ ഉദ്ദേശിച്ച പോലെ അത്ര ഗൗരവമായ കാര്യമൊന്നുമല്ല. ഞാനെന്തോ ചോദിക്കാൻ വന്നു, പക്ഷെ അത് മറന്നുപോയി. ഓക്കെ, എന്നാ പിന്നെ ഞാനൊരു കാര്യം തന്നോട് പറയാം. ഞാൻ ഈ ഗൂഗിളിൽ നോക്കി നോട്ട് ചെയ്യുന്നതേ എന്താണെന്ന് അറിയാമോ തനിക്ക്? ഇല്ല, എന്താ? ഗർഭകാലത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം എങ്ങനെയായിരിക്കണം, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അച്ഛനും അമ്മയും എങ്ങനെ പരിചരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദേ ഈ ഗൂഗിളിലുണ്ട്. ദേ അതൊക്കെയാ ഞാൻ ഈ ബുക്കിൽ നോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഈശ്വരാ, ഏട്ടൻ ഇത് എന്ത് ഭാവിച്ചാ? എന്റെ വയറ്റിലെ കുഞ്ഞില്ല എന്നുള്ള കാര്യം അറിയാതെയാണല്ലോ ഈ സ്വപ്നം കാണുന്നത് മുഴുവൻ. ഇനി ഇത് മുന്നോട്ട് പോകാൻ അനുവദിച്ചൂടാ. ഏട്ടാ, ഞാൻ പറയാൻ വന്നത്, അതെന്തായാലും അത്ര ഗൗരവമുള്ള കാര്യമല്ലെന്ന് താൻ തന്നെ എന്നോട് പറഞ്ഞില്ലേ? എന്നാ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. താൻ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. അതെന്താ അത്രയ്ക്ക് വലിയ സർപ്രൈസ്? അതല്ലേ അതിന്റെ ഒരു രസം. സർപ്രൈസ് ഒക്കെ അങ്ങനെ വെറുതെ പറഞ്ഞാ അതിന്റെ ഒരു രസം പോവില്ലേ? ദേ താൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, കണ്ണടച്ചിരിക്കാം. കണ്ണടയ്ക്കാനോ? ഏട്ടൻ എന്താ കള്ളനും പോലീസും കളിക്കാണോ? എടോ അതല്ല, ഇതൊരു സ്വപ്നത്തിന്റെ ത്രില്ല. അതുകൊണ്ട് ഇതിനിത്തിരി സസ്പെൻസ് ഒക്കെ വേണം. ദേ താൻ കണ്ണടച്ചേ. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ കണ്ണു തുറക്കാവൂ. എടോ വേഗം കണ്ണടയ്ക്കടോ. ഇനി കണ്ണു തുറന്നേ. എടോ ഇതാ ഞാൻ തന്നോട് പറഞ്ഞ സർപ്രൈസ്. നമ്മുടെ കുഞ്ഞിനെ കിടത്താനുള്ള തൊട്ടിൽ.
എങ്ങനെയുണ്ട്? കൊള്ളാവോ? പറയടോ, തനിക്കിത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ തന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? എനിക്ക് ഭയങ്കര സന്തോഷായി. കൊള്ളാം. പക്ഷെ ഇപ്പോഴേ ഇത് വാങ്ങിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എടോ, ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കുന്നതാ നല്ലത്. നമ്മൾ പിന്നെ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. ഞാന് ഇതുകൊണ്ട് വെച്ചിട്ട് വരാം. ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാളോട് ഞാൻ എന്ത് പറയണം?